या वो जा नहीं सकता है, आकर्षण नहीं हो सकता है। ഒടുവിൽ ഈ പെൺകുട്ടിയോട് യെരുശലേം പുത്രിമാർ സംസാരിക്കാൻ തുടങ്ങി. और आखिरी में इस लड़की से यरूशलेम के पुत्रियों ने बात करने के लिए शुरू किया। കൊട്ടാരത്തിന്റെ സൗന്ദര്യവും രാജാവിന്റെ പദവികളും സ്ഥാനങ്ങളും ഇവിടെയുള്ള സമ്പത്തും അങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുവാൻ പറ്റിയ സകല കാര്യങ്ങളും ഈ പെൺകുട്ടിയെ ഈ യെരുശലേം പുത്രിമാർ പറഞ്ഞു മനസ്സിലാക്കി. इस यरूशलेम के बेटियों ने इस लड़की से उस राजमहल के श्रेष्ठ बातों को, उसके महत्व को और वहां के सारे बातों को बताकर उससे प्रलोभन करने के लिए कोशिश किया। ഇതെല്ലാം കേട്ടിട്ടും അവൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ये सारे बातें सुनने के बावजूद उस लड़की ने कभी हिली नहीं। ഒടുവിൽ യെരുശലേം പുത്രിമാർ അവളോട് ചോദിച്ചു, ഞങ്ങൾ ഇത്രയെല്ലാം ശലോമോൻ രാജാവിനെ കുറിച്ച് വിവരിച്ചു, വർണ്ണിച്ചു, നിന്നെ കേൾപ്പിച്ചു, നിനക്ക് ഒരു കുലുക്കവും ഇല്ലല്ലോ, എന്താണ് നിന്റെ പ്രിയന്റെ വിശേഷത? आखिरी में यरूशलेम के बेटियों ने उस लड़की से पूछा कि हमने हमारे राजा के बारे में इतने श्रेष्ठ बातें और उसके राजमहल के बारे में इतने सामर्थी बातें जब आपसे कहने के बावजूद क्यों तेरे अंदर कोई हिलावट या बदलावट क्यों नहीं है, और तेरे उस प्रिय में इतना क्या खासियत है? അവൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്, എന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷതയുണ്ട്, അവൻ മറ്റുള്ള പ്രിയന്മാരെ പോലെയല്ല, എന്റെ പ്രിയനോ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 അതിശ്രേഷ്ഠനാണ്. और उस लड़की ने इस प्रकार जवाब दिया कि मेरा प्रिय जो है वो परम सुंदर है, वो 10,000 से सुंदर है और वो श्रेष्ठ है, वो और प्रियों के समान नहीं है। ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി, നിനക്ക് നിന്റെ കർത്താവിനെ കുറിച്ചുള്ള സൗന്ദര്യം വർണ്ണിക്കാനുണ്ടോ? आज पवित्र आत्मा की संदेश सुनने वाले हैं बहनों, क्या आपको मसीह के उस सुंदरता के बारे में आप गहराई से जानते हो क्या? നീ ആരാധിക്കുന്ന കർത്താവിന്റെ സൗന്ദര്യം നാം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി ചാലുകൾ പോലെ നീളത്തിൽ കീറിയവനാണ്. പക്ഷേ അവന്റെ സൗന്ദര്യം വാസ്തവമായി ദർശിക്കുമ്പോൾ പറയാൻ പറ്റും, എന്റെ പ്രിയനോ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 അതിശ്രേഷ്ഠൻ. आज रात के समय जब हम उसकी स्तुति और आराधना करते हैं, हमने तो उसका रूप सलीब वाली देखी है, जहां उसने कोड़े खाने की वजह से उसके पीठ में इस प्रकार हल जोतने के समान निशान हो गया है, मगर हमारे जो मसीह जो है उसका 10,000 में श्रेष्ठ है और एकदम श्वेत और चमकने वाला उस मसीह के सुंदरता को क्या हमने कभी दर्शाया है? ഈ കാര്യങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ और इन बातों को जब उस लड़की ने वर्णन करने के लिए शुरू किया, യെരുശലേം പുത്രിമാർ തങ്ങളുടെ സംസാരം നിർത്തിയിട്ട് ഈ പെൺകുട്ടി പറയുന്നത് അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. और यरूशलेम के बेटियों ने अपने बातचीत को बंद करके इस लड़की के बातों पर अपने कान लगाए। ഇപ്പോൾ അവരുടെ സംസാരം നിർത്തിയിട്ട് അവർ ക്രിസ്തുവിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. अभी देखिए, वे अपने बातों को बंद करके मसीह के बातों पर ध्यान लगाने के लिए शुरू हो गया। ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? आखिरी में क्या हुआ आप जानते हो? യെരുശലേം പുത്രിമാർ ശലോമോൻ രാജാവിനെ കുറിച്ചുള്ള വർണ്ണന നിർത്തിയിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ ഈ 10,000 അതിശ്രേഷ്ഠനായവനിലേക്ക് തിരിഞ്ഞു. और आप जानते हो क्या हो गया? यरूशलेम के पुत्रियों ने अपने सुलेमान राजा के बारे में जो वर्णन है उसके बड़ेपन की बातें बंद करके मसीह के बारे में या उस लड़की के उस लड़के के बारे में, उस पुरुष के बारे में, उसके सुंदरता के बारे में वर्णन करना शुरू कर दिया। നമ്മളോട് നിരന്തരമായി ഇടപെടുന്നവർ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിമിത്തം നാം ആരാധിക്കുന്ന ആരാധ്യ പുരുഷനായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വരുന്നെങ്കിൽ അതിന്റെ പേരാണ് സുവിശേഷീകരണം. अगर हमारे साथ व्यवहार करने वाले, हमारे साथ चलने वाले, हमारे बोली के द्वारा, हमारे व्यवहार के द्वारा अगर यीशु मसीह के वो सुंदरता की ओर लौट आते हैं तो उसको सुसमाचार की सेवकाई कहलाते हैं। നാം കർത്താവിനെ സ്വീകരിച്ചിട്ട് വർഷങ്ങളായല്ലോ, എത്ര പേരെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. हमने मसीह को स्वीकार करके अनेक साल बीत गया है, कितने जने को हम मसीह की ओर ले आ पाए या आकर्षण कर पाए? ക്രിസ്തുവിനെ ഉയർത്തുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. मसीह को ऊंचा दिखाने के लिए परमेश्वर ने हमें बुलाया है.
ക്രിസ്തുവിങ്കിലേക്ക് ചിലരെ ആകർഷിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. मसीह के और कुछ लोगों को आकर्षण करने के लिए परमेश्वर ने हमें बुलाया है. നമ്മുടെ സംസാരവും നമ്മുടെ ജീവിതവും നമ്മുടെ കൊടുക്കൽ വാങ്ങലും ഒക്കെ സുവിശേഷീകരണത്തുന്ന ദൗത്യത്തിന് വേണ്ടിയായിരിക്കണം. हमारे बोली, हमारे चाल चलन, हमारे देना लेने की हर बातें, हमारे व्यवहार सब उस सुसमाचार की जिम्मेदारी के साथ रहकर होना चाहिए. സുവിശേഷത്തിന്റെ പേരിൽ മറ്റു ചിലരെ സഹായിക്കാൻ നാം തയ്യാറാകണം. सुसमाचार की निमित्त औरों की सहायता करने के लिए हमें तैयार होना चाहिए. സാമ്പത്തികത മാത്രമല്ല ഞാൻ പറയുന്നത്, മനസ്സുകൊണ്ട് ചിലരെ സപ്പോർട്ട് ചെയ്യാൻ, താങ്ങി നിർത്താൻ, തീയിൽ കിടക്കുന്ന ചിലതിനെ വലിച്ചെടുക്കാൻ നാം തയ്യാറാകണം. भौतिक सहायता की बातों के केवल मैं बोल नहीं रही हूँ, मगर हमारे मन के साथ हम औरों की सहायता करने के लिए, आग में पड़े हुए लोगों को बाहर निकालने की उस एक मन की भावना हमारे अंदर होना चाहिए. നീതിയായ വഴിക്ക് വേണ്ടി ആര് സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരാളെ കണ്ടാൽ സുവിശേഷത്തിന്റെ പേരിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നാം തയ്യാറാകണം. और धार्मिकता के उस मार्ग में चलने वालों को अगर कोई साथ खड़ा रहने के लिए नहीं होने के बावजूद, जब हम उस प्रकार के लोगों को देखते हैं, उनके साथ खड़ा रहने के लिए हमारे अंदर एक निर्णय होना चाहिए. എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും ഞാൻ ഉയർത്തിയ ദൈവത്തിന്റെ വചനത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ മാറുകില്ല എന്നുള്ള തീരുമാനമെടുക്കുന്നതാണ് സുവിശേഷം അകത്ത് കയറിയവരുടെ ലക്ഷണം. इतना भी बड़ा प्रतिकूल हमारे जिंदगी में क्यों ना आए, मगर उसके बीच में भी मैंने ऊंचा किया हुआ उस परमेश्वर के मार्ग को मैं छोड़ूंगा नहीं करके एक जो निर्णय हमारे अंदर लेते हैं, उसे सुसमाचार की उस जिम्मेदारी के साथ हम कहते हैं. ഈ മാർഗം വിട്ട് പുറത്തു വരാൻ കോടിക്കണക്കിന് രൂപ കിട്ടിയാലും ആ രൂപയെ ചവറന്നെണ്ണിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ തയ്യാറാകുന്നതാണ് യഥാർത്ഥ സുവിശേഷം അകത്ത് ചെന്നവന്റെ ലക്ഷണം. और इस मार्ग को छोड़कर बाहर निकलने के लिए अगर करोड़ों रुपया आपको देने पर भी अगर आप इसे इनकार कर इस संसार की कूड़े के समान अगर उसको अगर आप हिसाब लगाते हैं, तो सच्चे एक सुसमाचार की जिम्मेदारी आपके अंदर है करके पहचान जाएंगे. കൊട്ടാരത്തിലെ സകലവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ക്രിസ്തുവിന്റെ നിന്നയെ സമ്പത്തെന്നെണ്ണാൻ മോശയുടെ കണ്ണു തുറന്നതാണ് മോശയുടെ അനുഗ്രഹത്തിന് കാരണം. उस राजमहल के अंदर सारे सुख विलास की बातें होने पर भी मसीह के उस दुख कष्ट को अपने जिंदगी की श्रेष्ठ बात है करके गिनने का एक महत्व बात, एक श्रेष्ठ बात उस मूसा के जिंदगी में हम देखते हैं. ലോകപ്രകാരമുള്ള വിലയേറിയതിനെ എല്ലാം വിട്ടുകളഞ്ഞ ആ ദൈവ മനുഷ്യനെ കുറിച്ചുള്ള സാക്ഷ്യം ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച മോശയെ പോലെ ഒരു മനുഷ്യനുമില്ല എന്നല്ലേ. और उस संसार की सारे अभिलाषाओं को छोड़कर परमेश्वर के लिए खड़ा रहा हुआ उस परमेश्वर के भक्त के बारे में हम गवाही सुनते हैं कि उसने अपने परमेश्वर के साथ मुखामुख चेहरे में कर बात किया हुआ उस परमेश्वर के भक्त के बारे में परमेश्वर कहता है कि उसके समान और कोई व्यक्ति नहीं. സുവിശേഷത്തിന് വേണ്ടി നിവര നിന്ന മനുഷ്യനാണ് മോശ. सुसमाचार के लिए सीधा खड़ा हुआ व्यक्ति था मूसा. പഴയ നിയമത്തിലാണെങ്കിലും ദൈവത്തിന് വേണ്ടി നിവര നിൽക്കാൻ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ അത് പൂർണ്ണമായി അനുസരിച്ച മനുഷ്യനാണ് മോശ. पुराने नियम में भी जब परमेश्वर ने उसने उसे चुना, तब परमेश्वर के लिए सीधे रूप से खड़ा रहा हुआ व्यक्ति था मूसा. അതുകൊണ്ടുണ്ടായ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. उसके वजह से हुई एक बात के बारे में कहकर मैं वापस लौटूंगी. ഇസ്രായേൽ ജനത്തെ പലപ്പോഴും തകർക്കാൻ ദൈവം ആഗ്രഹിച്ചു. इस्राएल के प्रजा को अक्सर परमेश्वर ने नाश करने के लिए सोचा था. കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചപ്പോൾ ഈ ജനത്തെ സംഹരിച്ചു കളയാൻ ദൈവം തീരുമാനിച്ചു. उस बछड़े के रूप को बनाकर आराधना किए हुए उस प्रजा को नाश करने के लिए परमेश्वर ने निर्णय किया था. മോശ ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. और परमेश्वर के साथ के और प्रजा के बीच में मूसा खड़ा रहकर परमेश्वर से विनती करता है. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, സർവശക്തനായ ദൈവം മോശയോട് പറയുക, എന്നെ വിടുക, ഞാൻ ഈ ജനത്തെ സംഹരിക്കട്ടെ. और निर्गमन के किताब में हम देखते हैं कि सर्वशक्तिमान परमेश्वर मूसा से कहता है कि तू मुझे छोड़ दे, मैं इस प्रजा को नाश करने वाला हूं. ആ വാക്യത്തിന്റെ ഒക്കെ അർത്ഥം മനസ്സിലാവും വായിക്കുന്നത്. आप उस वचन की गंभीरता को समझ करके आप पढ़ते हो.
സകല ലോകത്തെയും വാക്കുകൊണ്ട് നിർമ്മിച്ച സർവശക്തന് ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ മോശയുടെ അനുവാദം വേണോ? सारे पृथ्वी को सृजा अपने बोली से सृजा हुआ उस सर्वशक्तिमान परमेश्वर को क्या इस्राएल के प्रजा को नाश करने के लिए मूसा की उस परमिशन की जरूरत है? എന്നെ വിടുക എന്ന് മോശയോട് പറയത്തക്ക നിലയിൽ മോശയേക്കാൾ താഴ്ന്നയാളാണോ ദൈവം? क्या मुझे छोड़ करके अनुमति मांगने के लिए मूसा से अनुमति मांगने वाला परमेश्वर क्या मूसा से भी छोटा व्यक्ति है? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന മോശയെ ദൈവം റെസ്പെക്ട് ചെയ്തിട്ട് പറയുക, നീ എന്നെ വിടുന്നില്ലെങ്കിൽ എനിക്ക് ഈ ജനത്തെ സംഹരിക്കാൻ പറ്റില്ല. परमेश्वर के लिए खड़ा रहने वाले उस व्यक्ति को परमेश्वर आदर करते हुए परमेश्वर कहता है कि तू मुझे छोड़ दे ताकि मैं इस क्या को नाश कर दूं. 2020 ഗുജറാത്തിന്റെ മണ്ണിൽ ജീവിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഗുജറാത്തിന്റെ മണ്ണിൽ ചിലതിനെ തകർക്കുന്നതിന് മുന്നമേ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വന്ന് എന്നെ വിടുക എന്ന് ദൈവം പറയുന്ന ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ സുവിശേഷകരായി നിൽക്കുന്നത്. 2020 में मैं आपसे कहता हूं कि अगर आप परमेश्वर के उस वाणी को सुनते हो, आपके प्रार्थना के रूम में अगर परमेश्वर की उस आवाज को सुनते हैं, अगर कुछ बातों को परमेश्वर नाश करने वाला है और नाश करने से पहले अगर परमेश्वर आपसे अनुमति लेता है तो आप सच्चे सुसमाचार की सेवक हैं. പഴയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി നിന്ന മോശയെ ദൈവം ഇത്ര ശക്തനായ മനുഷ്യനായി ഉപയോഗിച്ചു. पुराने नियम में परमेश्वर के लिए खड़ा रहा हुआ उस व्यक्ति मूसा को परमेश्वर ने इतने सामर्थ्य रूप से उपयोग किया. ഈ പുതിയ നിയമ തലമുറയിൽ കൃപായുഗത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എന്നെയും നിങ്ങളെയും സർവശക്തിയുള്ള ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. इस अनुग्रह के युग में परमेश्वर ने खड़ा रखा हुआ मुझे और आपको बड़े सामर्थ्य के रूप से वो उपयोग करना चाहता है. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? आपके प्रार्थना के कमरे में क्या परमेश्वर आपसे व्यवहार करता है, बात करता है? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സ്വസ്ഥത വരാതെ ഇടപെടാറുണ്ടോ? क्या पवित्र आत्मा आपसे व्यवहार करता है? രാത്രിയുടെ യാമങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുന്നുണ്ടോ? रात की उस गहरे पहरों में क्या आपकी उस नींद उड़ती है? ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ദേശത്തൊരു മരണം സംഭവിക്കില്ല. पवित्र परमेश्वर के लिए खड़ा रहने वाले आप, आपके जानकारी के बगैर आपके देश में एक मृत्यु नहीं होगी. 30 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനം തെറ്റ് ചെയ്തപ്പോൾ ദൈവത്തോട് നിലവിളിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ഒറ്റ മോശയെ മാത്രമാണ്. 30 लाख से ज्यादा प्रजा गिनती आने वाले उस इस्राएल प्रजा जब गलती कर चुके थे, तब परमेश्वर से पुकारने के लिए, रोने के लिए परमेश्वर ने केवल मूसा को चुना था. സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, എന്റെ വൃതനായ മോശ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ ഞാൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. भजन संहिता में कहता है कि मेरा दास मूसा अगर उस चट्टान के दरार में नहीं खड़ा रहता होता तो मैं उस प्रजा को नाश कर दिया होगा. അങ്ങനെയാണെങ്കിൽ 30 ലക്ഷത്തിൽ പരം വരുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ ഒരു മോശ മതിയായിരുന്നെങ്കിൽ ഗുജറാത്തിലെ ലക്ഷക്കണക്കിന് ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ വിളിക്കപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ദൗത്യത്തിൽ വിശ്വസ്തരോ? 30 लाख की गिनती में आने वाले उस इस्राएल प्रजा के बिचवाई के लिए परमेश्वर ने एक व्यक्ति मूसा को चुना है. रात में इतने जो आबादी जन को लिए बीच बिछाई करने के लिए परमेश्वर ने बुलाया हुआ है. आप आपकी जिम्मेदारी में आप खरे मन रहते हैं. ഇന്ന് രാത്രി സുവിശേഷീകരണത്തിന്റെ പങ്കാളിത്തത്തിൽ രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടന്നു. रात के समय सुसमाचार की उस सेवक जिम्मेदारी की और दूसरी बात में हमने प्रवेश कर लिया है. ഒന്നാമത്തെ കാര്യം സുവിശേഷത്തിന് വേണ്ടി നിവരെ നിൽക്കാൻ തയ്യാറാകണം. पहला बात विषय ये था कि सुसमाचार की जिम्मेदारी के लिए सीधे खड़े रहने के लिए हमें तैयार होना चाहिए. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയിലൂടെ പങ്കാളികളാകാൻ പറ്റും. दूसरी बात यह है प्रार्थना के द्वारा हम हमारे जिम्मेदारी को निभा सकते हैं. നഷ്ടപ്പെടുന്ന തലമുറയ്ക്ക് വേണ്ടി കരയാനല്ലേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? हुए उस पीढ़ी के लिए रोने के लिए परमेश्वर ने हमें चुना है.
നിങ്ങളുടെ ചെറിയ പ്രാർത്ഥനകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും അന്ധകാര ശക്തിയുടെ വൻമതിലുകൾ ഇടിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പവർ ഉണ്ട്. हो सकता है आपको लगता होगा कि आपका प्रार्थना छोटा होगा, मगर अंधकार की उस बड़े बड़े दीवारों को तोड़कर उस पार जाने के लिए आपके प्रार्थना के अंदर सामर्थ्य है. പ്രാർത്ഥനയിൽ നടക്കുന്ന അസാധാരണമായ കാര്യങ്ങളെ കണ്ടാൽ പ്രാർത്ഥിക്കാതിരിക്കില്ല. प्रार्थना के द्वारा होने वाली उस असाधारण बातों को, अचंभित बातों को देखेंगे तो आप प्रार्थना किए बगैर रहेंगे नहीं. സുവിശേഷീകരണത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട്. सुसमाचार की उस सेवकाई में प्रार्थना का एक बड़ा भागीदारी है. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. दूसरा थिस्सलुनी 3 अध्याय उसका पहला और दूसरा. കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. निदान है भाइयों, हमारे लिए प्रार्थना किया करो कि प्रभु का वचन ऐसे शीघ्र फैले और निमित्त जैसे तुम में हुआ. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ 2 പ്രാർത്ഥനയാണ് പ്രധാനമായത്. सुसमाचार की उस सेवकाई के निबंध 2 बातें, 2 प्रार्थनाएं मुख्य रूप में हम देखते हैं. ഒന്ന്, സുവിശേഷം വേഗത്തിൽ വ്യാപിക്കാൻ പ്രാർത്ഥിക്കണം. सबसे पहले सुसमाचार शीघ्र फैलने के लिए हमें प्रार्थना करना है. സുവിശേഷ വ്യാപനത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. सुसमाचार की उस फैलने वाली अवस्था नहीं रुके, इसलिए हमें प्रार्थना करना है. തകർക്കാൻ പ്രാർത്ഥിക്കണം. और अंधकार की सामर्थ्यों को तोड़ने के लिए हमें प्रार्थना करना है. അതോടൊപ്പം സുവിശേഷം അറിയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. उसके साथ ही साथ सुसमाचार की सेवा की भागीदारों के लिए हमें प्रार्थना करना है. വല്ലാത്തവരും ദുഷ്ടന്മാരുമായവരുടെ മുൻപിലാണ് ദൈവവചനവുമായി അവർ ചെന്നിരിക്കുന്നത്. हठीले और दुष्ट लोगों के बीच में परमेश्वर के वचन लेकर परमेश्वर के सुसमाचार के भागीदारों ने पहुंचा है. അപ്പോൾ അവരുടെ കയ്യിൽ ദൈവദാസന്മാർ അകപ്പെടാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. उनके हाथों में परमेश्वर के सेवक लोग नहीं फंसे, इसलिए उनके लिए हमें प्रार्थना करना है. പോയി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചാൽ രണ്ടിനും ഈക്വലായ പ്രതിഫലം ദൈവം തരും. जाकर सेवकाई नहीं कर सकते हैं, फिर भी हमारे प्रार्थना के रूम में अगर हम प्रार्थना करते हैं तो दोनों सेवकाई में परमेश्वर एक ही प्रतिफल देगा. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. और एफेसियों की पत्री 6:19 में हम पढ़ते हैं कि और मेरे लिए भी मुझे बोलने के समझ ऐसा प्रबल वचन दिया जाए कि मैं हियाव से सुसमाचार का भेद बता सकूं. इसके लिए मैं जंजीर से जकड़ा हुआ राजदूत हूं. സുവിശേഷീകരണത്തിന് വേണ്ടി മറ്റൊരു പ്രാർത്ഥന 1 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ സകല മനുഷ്യർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. और सुसमाचार की बातों के लिए दूसरा प्रार्थना करने की एक विषय ये है, हम पहला तीमुथियुस दूसरे अध्याय में देखते हैं कि हमारे अधिकारियों के लिए हमें प्रार्थना करना है. എന്തിനാണ് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്? क्यों हर लोगों के लिए प्रार्थना करने के लिए कहा जाता है? സുവിശേഷ നിമിത്തം നാം സകല മനുഷ്യർക്കും കടക്കാരായതുകൊണ്ട്. क्योंकि सुसमाचार के निमित्त हम हर जन के लिए कर्जदार हैं. കടം മേടിച്ചാൽ വീട്ടാതിരിക്കാൻ പറ്റില്ല. अगर हम कर्ज लेंगे तो हमें चुकाना भी पड़ेगा. അങ്ങനെയാണെങ്കിൽ എത്രയോ പേർ നമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കടമുണ്ട്. और इस प्रकार है तो प्रार्थना में हम कितने लोगों के लिए कर्जदार हैं. നമുക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചു എന്നറിയാത്തത് കൊണ്ട് നാം അറിയാവുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച് കടം വീട്ടണം. क्योंकि हम नहीं जानते कि हमारे लिए कितने जनों ने प्रार्थना किया है, इसीलिए हम जिन जिन लोगों को जानते हैं उनके लिए हमें विनती करना है और उस कर्ज को पूरा करना है. അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർ നേരായ നിലയിൽ സുവിശേഷത്തിന് അനുസരിച്ചുള്ള ഭരണം കാഴ്ചവെക്കേണ്ടതിന് വേണ്ടിയാണ്. अधिकारियों के लिए हमें इसलिए प्रार्थना करना है ताकि वे सीधे रास्ते में राजकरण करें और सुसमाचार के अनुसार वो राजकरण करें. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ? हम सुसमाचार के संबंध में क्या प्रार्थना करते हैं? എനിക്ക് ഒരു നല്ല ഫുഡ് കഴിക്കണം,
ഒരു നല്ല ഡ്രസ്സ് മേടിക്കണം, നല്ലൊരു വണ്ടി കിട്ടണം, നല്ലൊരു വീട് വെക്കണം. ഇതൊക്കെയാണോ നമ്മുടെ പ്രാർത്ഥന? हम प्रार्थना करते हैं अच्छे खाना भोजन के लिए, अच्छा वस्त्र पहनने के लिए, अच्छा गाड़ी प्राप्त होने के लिए और अच्छा मकान बनाने के लिए। इन सारे बातों के लिए हम प्रार्थना करते हैं। അതൊന്നും പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ये सब प्रार्थना करना गलत है करके मैं नहीं कहती हूँ। പക്ഷേ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ തലം മാറണം. मगर सुसमाचार के निमित्त हमारे प्रार्थना के उस स्तर बदलना चाहिए। നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ മാറണം. हमारे प्रार्थना के विषय बदलना चाहिए। നാം പ്രാർത്ഥിക്കുന്നത് സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ചിലത് ചെയ്യാൻ കൃപ തരണമേ. हमें प्रार्थना करना चाहिए कि सुसमाचार की उस जिम्मेदारी को निभाने के संबंध में मुझे तू वरदान दे। ഈ പുതിയ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? नया सरकार राजनीति में आने के बाद मैं प्रार्थना करने वाली एक विषय है, क्या आप जानना चाहते हो? ഞാൻ കഴിഞ്ഞൊരു വർഷം മുഴുവൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ വിഷയം നിങ്ങളോട് പറയാം. पिछले पूरा साल प्रार्थना किया हुआ उस विषय को मैं आपके सामने रखती हूँ। നമ്മുടെ ഭരണകൂടം മനസ്സിലാക്കണം, പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനം ഇന്ത്യയിലുണ്ട് എന്ന്. हमारे राजनीति करने वाले हमारे अधिकारियों समझना चाहिए कि प्रतिकूल के बीच में भी प्रार्थना करने वाला एक झुंड परमेश्वर के संतान इस संसार इस राज्य में रहते हैं। ഞാൻ എന്റെ കൂട്ടു സഹോദരിമാരോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കുമ്പോൾ എന്റെ പേര് ശീലാദാസിനെ വിളിക്കാൻ മോദി സർക്കാർ ആവശ്യപ്പെടുമെന്നാണ് ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ വിശ്വസിക്കുന്നത്. और मैं मेरे बहनों से कहा कि प्रार्थना जो प्रार्थना करते हैं उन मेरे बहनों से मैंने कहा कि जिस दिन मोदी सरकार प्रार्थना करने वाले को ढूंढेंगे तब मेरा नाम शीला दास करके वो जान जाएगा। അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? उस विश्वास के साथ क्या आप प्रार्थना करने के लिए इच्छा रखते हो? നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ കുടുംബ പാരമ്പര്യമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ വിശ്വസ്തയോടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കാൻ ദൈവം രാജാക്കന്മാരോട് ഇടപെടും. और अगर आपके उस खासियत को या आपके कुछ भी योग्यता को परमेश्वर अहमियत नहीं रखता, अगर आप आपके प्रार्थना के रूम में प्रार्थना करने के लिए तैयार हो जाते हैं तो राजा है, आपको अधिकारी है, आपको बुलाकर प्रार्थना करने के निमित्त परमेश्वर व्यवहार करेगा। സുവിശേഷീകരണത്തിലെ പങ്കാളിത്തം പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുകയാണ്. सुसमाचार की उस सेवकाई की उस जो भागीदारी की बातें हैं प्रार्थना के उस कमरे में प्रकट होती है। പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വേഗത്തിൽ മുന്നോട്ട് പോകാം. प्रार्थना की सामर्थ्य प्रकट होने वाली एक बात को आपसे बताकर जल्दी आगे की ओर बढ़ती हूँ। അമേരിക്കയിലെ മിഷിഗൺ എന്ന സ്ഥലത്ത് നിന്ന് ഒരു മിഷണറിയെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് അയച്ചു. अमेरिका के उस मिशिगन नामक जगह से अफ्रीका के उस जंगलों में एक मिशनरी को भेजा। ആ മിഷണറി അവിടെ ചെന്ന് ഒരു കുടില് കെട്ടി താമസിച്ചു. और उस मिशनरी अफ्रीका में जाकर एक झोपड़ा बनाकर रहने लगा। അധികം പരിഷ്കൃതമല്ലാത്ത ആ സ്ഥലത്തൊന്നും ഭക്ഷണ സാധനങ്ങൾ കിട്ടില്ല. और उस जो जगह था जंगल के अंदर था, वहां खाने का ज्यादा सामान उपलब्ध नहीं था। അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് മൈലുകൾ ദൂരത്ത് യാത്ര ചെയ്ത് വേണം വാങ്ങിക്കൊണ്ടുവരാൻ. और जो भी बातें जरूर വളരെ ദൂരെ യാത്ര ചെയ്ത് വേണം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ. ആമേൻ 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 ആമേൻ. അദ്ദേഹം കട്ടായി പോയോ? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാള് കട്ടായി പോയോ? ഓക്കെ ഓക്കെ. അപ്പോൾ വളരെ ദൂരം യാത്ര ചെയ്ത് വേണം അദ്ദേഹം ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ. और इस प्रकार खाने की बातों को भोजन को लेने के लिए अनेक दूर तक उसे यात्रा करना जरूरी था। അപ്പൊ 2-3 ആഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് അദ്ദേഹം വാങ്ങാൻ ദീർഘ മൈലുകൾ യാത്ര ചെയ്യും. और 2-3 हफ्ते के सामान एक साथ खरीदने के लिए अनेक मील तक वो व्यक्ति उस मिशनरी यात्रा करता था। അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായി നടന്നു പോകുമ്പോൾ 2 മനുഷ്യർ തമ്മിൽ വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ച ഒരാൾ മുറിവേറ്റ് വീഴുന്നത് അദ്ദേഹം കണ്ടു. और एक बार जब वो अपने भोजन के सामान खरीदने के लिए यात्रा कर रहा था
तो मार्ग के बीच में दो लोग इस प्रकार झगड़ा करते हुए और उसमें से एक व्यक्ति घायल होकर गिरते हुए उन्होंने देखा। ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ ആ മുറിവേറ്റയാളെ തന്റെ ബാഗിനകത്തുള്ള ഫസ്റ്റ് എയ്ഡ് എടുത്ത് ശുശ്രൂഷിച്ച മുറിവുകൾ കെട്ടി. इस मिशनरी ने तुरंत उस घायल व्यक्ति को उठाकर अपने बैग में से जो बातें हैं वो सब निकाल कर उसके जो घाव को उन्होंने पट्टी बांधा। അതിനുശേഷം അന്ന് രാത്രി അവിടെ വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം മിഷണറി തന്റെ വഴിക്ക് പോയി. और उस दिन रात को वहां आराम करने के बाद मिशनरी दूसरे दिन अपने मार्ग में चला गया। രണ്ടാഴ്ച കഴിഞ്ഞ് താൻ വീണ്ടും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ നടന്നു വരുമ്പോൾ 2 हफ्ते के बाद जब वापस अपने भोजन के सामान खरीदने के लिए जब मिशनरी उसी मार्ग से लौट रहा था, അന്ന് മുറിവേറ്റ ആ മനുഷ്യൻ തന്റെ കൂട്ടുകാരനെ കൂട്ടി വഴിയിൽ നിൽക്കുകയായിരുന്നു. उस जो घायल किया गया वो उस व्यक्ति अपने मित्र को के साथ उस मार्ग में खड़ा रहा था। തന്നെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഫസ്റ്റ് എയ്ഡ് എടുത്തപ്പോൾ അതിനകത്തിരിക്കുന്ന നോട്ടുകൾ, ഡോളർ കെട്ടുകൾ താൻ കണ്ടിരുന്നു. और जब उस मिशनरी ने उस दिन जब उस घायल व्यक्ति को सेवा करने के लिए अपने बैग खोला था, तब उसके अंदर डॉलर के कुछ नोटों को गड्डी को उन लोगों ने देखा था। എന്നാൽ ആ നോട്ടുകൾ എടുക്കുവാനും തന്നെ ആക്രമിച്ചു കൊല്ലുവാനും ആഗ്രഹിച്ചാണ് താൻ കൂട്ടുകാരനെയുമായി വഴിയിൽ കാത്തു നിന്നത്. और उस व्यक्ति के उस मिशनरी के बैग के अंदर से उस पैसा को छीनने के लिए उस 2 लोगों ने उस दिन अपने मित्र के साथ मार्ग में इनका इंतजार कर रहा था। എന്നാൽ ആ മിഷണറി ഇതൊന്നും അറിയാതെ പ്രാർത്ഥിച്ചിട്ട് ആ ബാഗ് തന്റെ തലക്കടിയിൽ വെച്ച് താൻ ആ മരച്ചുവട്ടിൽ വിശ്രമിച്ചു. मगर ये सब बातों से अनजान उस मिशनरी उस बैग को अपने सिर के नीचे रखकर एक पेड़ के नीचे सो रहा था, आराम कर रहा था। ആ രാത്രി മുഴുവൻ തന്നെ ആക്രമിക്കുവാനായി ആ സഹോദരങ്ങൾ പരിശ്രമിച്ചു. उस रात पूरा उस भाई को, उस मिशनरी को आक्रमण करने के लिए उन दोनों ने मेहनत किया, कोशिश किया। പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് തന്റെ പ്രാഥമിക കൃത്യങ്ങൾ നടത്തി പോകാൻ സമയത്ത് ഈ 2 ചെറുപ്പക്കാർ തന്റെ അടുക്കൽ വന്നു. दूसरे दिन उस मिशनरी ने जब अपने प्राथमिक कार्यों को खत्म करके अपने मार्ग की ओर लौटने के लिए तैयार हो रहा था, तब ये दोनों भाइयों ने इस मिशनरी के पास आया। ഈ മനുഷ്യൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം എന്നെയാണ് മുറിവുകൾ കെട്ടി താങ്കൾ വിടുവിച്ചത്, പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, എന്നോട് ക്ഷമിക്കണം. इस दोनों में से एक व्यक्ति ने घायल जो हुआ उस व्यक्ति ने इस मिशनरी से कहा कि पिछले बार आपने मेरा ही पट्टियों को बांधा था और मुझे ही आपने सही किया था, मगर मेरे से गलती हो गया, आप मुझे माफ करना। മിഷണറി ചോദിച്ചു, ക്ഷമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? और मिशनरी ने उससे पूछा कि माफ करने की जरूरत क्यों है? അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ ആക്രമിച്ച് നിങ്ങളുടെ ബാഗിലുള്ള പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. और उन्होंने कहा कि पिछले रात को हम आपको आक्रमण करके आपके बैग के अंदर जितना पैसा है उसे चोरी करने के लिए हम कोशिश कर रहे थे। എന്നാൽ ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് ചുറ്റും വലിയ തീവലയത്തിനകത്ത് 28 പേർ നിങ്ങളുടെ ചുറ്റിലും നിൽക്കുന്നത് കണ്ടു. അവർ ആരാണെന്ന് ചോദിച്ചു. मगर पिछले रात को जब हम आपको आक्रमण करने की कोशिश किया, तब आपके चारों ओर 28 लोग इस प्रकार आग के उस एक दीवार बनाकर आपको आपका सुरक्षा वे कर रहे थे, वे कौन है करके इनसे उन्होंने पूछा। അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണല്ലോ ഈ ദീർഘമണിക്കൂറുകൾ നടന്നുപോയി ഞാൻ ഭക്ഷണം വാങ്ങേണ്ടി വരുന്നത്. उस मिशनरी ने कहा कि मेरे साथ कोई नहीं है, मैं तो अकेला हूं और इसीलिए इतना लंबा दूर सफर करके मुझे मेरा भोजन की सामान को खरीदना पड़ रहा है। ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മിഷണറി തന്റെ സ്വന്തം സഭയിലെത്തി. और कुछ महीने के बाद मिशनरी अपने खुद के कलीसिया में लौट गया। താൻ അവിടെ ചെന്ന് തന്റെ ഈ സാക്ഷ്യം അവരോട് പറഞ്ഞു. और वे वहां लौटकर उसके कलीसिया में इस गवाही को उन्होंने दिया। ആ സഭയിലെ മൂപ്പൻ പെട്ടെന്ന് ചോദിച്ചു, ആ ഡേറ്റ് ഓർക്കുന്നുണ്ടോ? और उस कलीसिया के बुजुर्ग ने तुरंत इस मिशनरी से पूछा कि क्या आपको उस तारीख याद है? അദ്ദേഹം പറഞ്ഞ ഡേറ്റ് ആണെന്ന് പറഞ്ഞു. और उन्होंने जवाब दिया, हाँ यही तारीख है।
ആ മൂപ്പൻ ഡയറി പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. उस बुजुर्ग ने अपने डायरी को तपास करके इस प्रकार कहा, അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഈ മിഷണറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. उस रात को जब मैं लेट कर सो रहा था तब पवित्र आत्मा ने मुझे जगाया और जबरदस्ती किया कि इस मिशनरी के लिए प्रार्थना करो. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയപ്പോൾ എന്റെ ഫോണിൽ ലഭിച്ച ചിലരെയും കൂടെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അവർ ഇവിടെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. और उस रात को जब इस संदेश मुझे मिला तब मैंने मेरे फोन में मेरे कुछ मित्रों को, प्रियों को भी जगाकर उनसे भी कहा कि प्रार्थना करो. അന്ന് രാത്രി പ്രാർത്ഥിച്ചവരുടെ എണ്ണം എണ്ണി നോക്കിയപ്പോൾ 28 പേരുണ്ട്. और उस दिन उन्होंने कहा कि अगर उस रात को प्रार्थना किए हुए और भी लोग जो कहें वो यहाँ है तो खड़ा हो जाओ. तब जब खड़ा किया तो उस रात को 28 लोग वहां प्रार्थना किए हुए लोग खड़े थे. സുവിശേഷവുമായി കടന്നുപോയവർക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുമ്പോൾ നിങ്ങൾ അലക്ഷ്യമായി വിചാരിക്കരുത്. സുവിശേഷീകരണത്തിലെ പങ്കാളിത്തത്തിൽ പ്രധാനമാണ് പ്രാർത്ഥന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. सुसमाचार की सेवकाई के लिए जब उस सेवक लोग जाते हैं तो उनके लिए प्रार्थना करने के लिए जब पवित्र आत्मा हमें जगाती है, हमें इस प्रकार जबरदस्ती करती है तो हमें उसे व्यर्थ नहीं समझना है. सुसमाचार की उस सेवकाई की जितना ही महत्व सुसमाचार की के लिए प्रार्थना करने का जिम्मेदारी में भी निर्भर है. വല്ലാത്തവരും ദുഷ്ടന്മാരുമായവരുടെ കയ്യിൽ നിന്ന് സുവിശേഷവും കൊണ്ട് പോകുന്നവർ വിടുവിക്കപ്പെടണമെങ്കിൽ സഹോദരി നീ പ്രാർത്ഥിക്കണം. और इस प्रकार दुष्ट लोगों के बीच में जब सुसमाचार के सेवक लोग सुसमाचार बांटने के लिए जाते हैं और उसके बीच में उन लोगों के हाथों में इस सेवक लोग नहीं फंसना है तो हे बहन आपको प्रार्थना करना जरूरी है. സഹോദരാ നിന്റെ പ്രാർത്ഥന മൂലം ചിലരെ മരണത്തിന് രക്ഷിക്കുകയാണ്. और हे भाई आपके प्रार्थना के द्वारा कुछ लोगों को मृत्यु से बचाया जा रहा है. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ് പ്രാർത്ഥന എന്ന് മറക്കരുത്. और परमेश्वर ने हमें दिया हुआ एक जिम्मेदारी है प्रार्थना, उसे भूलना नहीं है. പരിശുദ്ധാത്മാവ് സുവിശേഷീകരണത്തിലെ പങ്കാളിത്തത്തിൽ രണ്ടാമത്തേതും പ്രധാനവുമായി കാണുന്നതാണ് പ്രാർത്ഥന. और पवित्र आत्मा सुसमाचार की उस जिम्मेदारी में दूसरा महत्व बात प्रार्थना के रूप में देखता है. സുവിശേഷീകരണത്തിന് വേണ്ടി ദീർഘമണിക്കൂറുകളിലെ പ്രാർത്ഥന ആവശ്യമാണ്. सुसमाचार की सेवकाई के लिए अनेक घंटों की प्रार्थना जरूरी है. പ്രാർത്ഥനാ മുറിയിലാണ് ദൈവം വിലയേറിയ ദർശനങ്ങൾ തരുന്നത്. प्रार्थना के कमरे में परमेश्वर बहुमूल्य दर्शनों को देता है. എന്റെ സമയം തീരുകയാണ്, ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. मेरा समय खत्म हो रहा है, जल्दी में बंद करना चाहती हूँ. ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന ദർശനം കണ്ട മനുഷ്യനാണ് റെയ്നാഡ് ബോങ്കി. और यीशु मसीह के उस लहू के द्वारा इस प्रकार घेरा गया हुआ उस प्रकार की दर्शन को देखा हुआ परमेश्वर का सेवक है रेनाड बोंके. ചെറിയ സുവിശേഷ യോഗങ്ങളിലെ പ്രാസംഗികനായിരുന്നു റെയ്നാഡ് ബോങ്കി. छोटे छोटे सुसमाचार की मीटिंगों में प्रचार करने वाला प्रचारक था रेनाड बोंके. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ദൈവം ആഫ്രിക്കയെ നൽകി. मगर परमेश्वर ने उनके हृदय में परमेश्वर ने अफ्रीका राज्य को सौंप दिया. തന്നെ ആഫ്രിക്കയിലേക്ക് ദൈവം നിയോഗിച്ചു. परमेश्वर ने उन्हें अफ्रीका की ओर नियुक्ति दे दिया. അതിനുവേണ്ടി പോകുന്നതിന് മുൻപ് ചില ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. उन्होंने उस राज्य में जाने से पहले कुछ दिन प्रार्थना में अलग रहे. ഒരു കൺഫർമേഷന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അത്. और एक नियुक्ति उस स्थापना करने के लिए उन्होंने प्रार्थना किया. കർത്താവേ ഞാൻ ആഫ്രിക്കയിലേക്ക് പോകണമോ എന്ന് ചോദിച്ചുകൊണ്ട് 21 ദിവസം ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. और इस व्यक्ति ने परमेश्वर के सन्मुख में प्रार्थना किया कि हे परमेश्वर क्या मैं अफ्रीका की ओर जाऊं. 21ാമത്തെ ദിവസം ദൈവം റെയ്നാഡ് ബോങ്കിയോട് സംസാരിച്ചു. और 21वें दिन परमेश्वर ने रेनाड बोंके को जवाब दिया. ദൈവം പറഞ്ഞത് വളരെ ലൈറ്റ് ആയിട്ടോ സോഫ്റ്റ് ആയിട്ടോ അല്ല. परमेश्वर ने इस प्रकार एकदम धीमी रीति से या सरल रीति से नहीं कहा. ദൈവം കൊടുത്ത ദർശനത്തെ പ്രാർത്ഥനാ മുറിയിൽ സംശയിക്കുന്നത് പോലെയാണ് ദൈവത്തിന് അനുഭവപ്പെട്ടത്.
मगर परमेश्वर ने जो बातों को उनसे कहा, उनके प्रार्थना के कमरे में उनके अंदर एक शंका पैदा हो रहा है करके परमेश्वर को लगा। ഇന്ന് രാത്രി പ്രാർത്ഥനാ മുറിയിൽ ദർശനങ്ങൾ ഉൾക്കൊണ്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? रात के समय अपने प्रार्थना के कमरे में दर्शन को प्राप्त किए हुए लोग मुझे सुन रहे हैं तो നിങ്ങളുടെ കൂട്ടു സഹോദരന്മാരോട് പറയാത്ത ഒരു ദർശനം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? अगर आप आपके भाइयों से या बहनों से, संगी बहनों से नहीं बताया हुआ एक दर्शन अगर परमेश्वर ने आपको दिया है तो യൗവനക്കാരാ, നിന്റെ യൗവന രക്തം കർത്താവിന് വേണ്ടി കൊടുക്കാൻ നീ തയ്യാറാണോ? हे नौजवान, आपके नौजवान के लहू क्या आप मसीह के लिए देने के लिए तैयार हैं? എന്നെ ശ്രദ്ധിക്കുന്ന ചില ചെറുപ്പക്കാരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, मेरे बातों को सुनने वाले कुछ नौजवानों को मैं पवित्र आत्मा की सामर्थ से भरपूरी से कहती हूँ, ഒറ്റ ആയുസ് ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് തന്നത് അത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. एक ही आयु इस संसार में जीने के लिए परमेश्वर ने अगर आपको दिया है तो वो परमेश्वर के लिए जीने के लिए दिया है। എന്നെ ശ്രദ്ധിക്കുന്ന ചില യൗവനക്കാരെ ഞാൻ കാണുന്നുണ്ട്. मेरे बातों को ध्यान देने वाले कुछ नौजवानों को मैं देख रही हूँ। പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ട് സംസാരിക്കുകയാ, നിങ്ങളുടെ ദൗത്യം സുവിശേഷീകരണമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. और परमेश्वर ने आपके ऊपर सुसमाचार की सेवकाई की एक जिम्मेदारी दिया है, उस जिम्मेदारी को आप पहचानना जरूरी है। റെയ്നാഡ് ബോങ്കയോട് ദൈവം സംസാരിച്ചത് ഇങ്ങനെയാണ്, रेनेट बोंके से परमेश्वर ने इस प्रकार वार्तालाप किया, ഞാൻ നിനക്ക് തന്ന ദർശനം നീ അനുസരിച്ചില്ലെങ്കിൽ എന്റെ ദർശനം അനുസരിക്കുവാൻ താല്പര്യമുള്ള മറ്റു ചിലരെ ഞാൻ കണ്ടെത്തേണ്ടി വരും, നീ ലജ്ജിക്കേണ്ടി വരും. अगर मैंने तुझे दिया वो उस जिम्मेदारी को, अगर तू उस बात को नहीं मानेगा तो उस जिम्मेदारी को मैं अन्य लोगों को के ऊपर सौंप दूंगा और तुझे लज्जित होना पड़ेगा। നിങ്ങൾക്ക് ദൈവം തന്ന ദർശനത്തെ കുറിച്ച് ഉറപ്പുണ്ടോ? क्या परमेश्वर ने आपको दिया वो उस दर्शन के बारे में आपको दृढ़ता है? നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ കർത്താവിനോടൊപ്പം സമയം ചിലവഴിച്ചിട്ടുണ്ടോ? क्या परमेश्वर के साथ आप आपके प्रार्थना के कमरों में समय बिताए हैं? ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾ സമയം ചിലവഴിച്ചിട്ടുണ്ടോ? परमेश्वर के हृदयों के उस गुप्त बातों को जानने के लिए क्या आपने समय अलग किया है? മറ്റുള്ളവരോട് പറയാത്തത് എന്തോ ദൈവത്തിന് നിങ്ങളോട് പറയാനുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? क्या उन बातों को आपने पहचाना है जो परमेश्वर औरों से नहीं मगर आपसे करना चाहता है? രാത്രി ദൈവാത്മാവ് പറയുന്നു, നിനക്ക് തന്ന ദർശനം, പ്രാർത്ഥനാ മുറി കിട്ടിയ ദൈവിക നിയോഗങ്ങൾ നീ അനുസരിച്ചില്ലെങ്കിൽ അതനുസരിക്കാൻ കഴിവുള്ള മറ്റു ചിലരെ ദൈവം ഏൽപ്പിക്കും. പക്ഷേ നിത്യത മുഴുവൻ നീ തലയിൽ കൈവച്ച് ലജ്ജിക്കേണ്ടി വരും. आज रात को पवित्र आत्मा आपको याद दिलाता है कि आपको दिया हुआ उस जिम्मेदारी अगर आप नहीं मानेंगे तो परमेश्वर उस जिम्मेदारी और किसी के ऊपर सौंपेगा और अनंत काल की जिंदगी में आपको सिर के ऊपर हाथ रखकर लज्जित होना पड़ेगा। നീ മുഖാന്തരം വിടുവിക്കപ്പെടേണ്ട ഒരാൾ മറ്റൊരാളുടെ പറച്ചിലിൽ രക്ഷിക്കപ്പെടുകയില്ല. आपके निमित्त उद्धार पाने वाला एक व्यक्ति औरों के बोली में उद्धार नहीं पाएगा। നിങ്ങൾ മുഖാന്തരം സുവിശേഷം കേൾക്കേണ്ട ഒരാൾ മറ്റൊരാളിലൂടെ സുവിശേഷം കേൾക്കാനിടയാകുകയില്ല. आपके निमित्त सुसमाचार सुनने के लिए एक व्यक्ति है तो वो और किसी के द्वारा उस सुसमाचार नहीं सुनेगा। രാത്രി ദൈവം ഒരു ദർശനം തന്നു എന്ന് ഉറപ്പുണ്ടോ? आज रात को क्या परमेश्वर ने आपको एक दर्शन दिया है करके एक दृढ़ निश्चय है? പ്രാർത്ഥനാ മുറിയിൽ വിലയേറിയ ദർശനങ്ങൾ കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. आपके प्रार्थना के कमरों में दिव्य उस दर्शन को देखने के लिए परमेश्वर आपको सहायता करे। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൽ यशायाह 54 अध्याय में 54-ാം അധ്യായത്തിലെ ഒരു വാക്യവും കൂടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുകയാണ്. 54 अध्याय में एक वचन प्रार्थना के संबंध में कहकर मैं बंद करना चाहूंगी। പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കാം, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർക്കട്ടെ. 3-ാം വാക്യം, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ.
अपने तंबू का स्थान चौड़ा कर और तेरे डेरे का पट लंबे किए जाए। हाथ मत रोक, रस्सियों को लंबी लंबी और खूंटों को दृढ़ कर, क्योंकि तू दाहिने बाएं फैलेगी और तेरा वंश जाति जाति का अधिकारी होगा और उजड़े हुए नगरों को फिर से बसाएगा। इन वचनों से पवित्र आत्मा आपसे बात करे। ഈ വചനത്തിലൂടെ ഞാൻ ചോദിക്കുന്നു, പ്രസവിക്കാത്ത മച്ചി എന്തിനാണ് കൂടാരത്തിന്റെ സ്ഥലം വിശാലമാക്കേണ്ടത്? इस वचन के द्वारा मैं आपसे पूछता हूं कि जो प्रसव नहीं करता है उस प्रकार की बांझ स्त्री उस तंबू के जगह को क्यों खराब करना चाहिए? തനിക്ക് മാത്രം ജീവിക്കാനുള്ള സ്ഥലം കൂടാരത്തിലില്ലേ, പിന്നെ എന്തിനാ അതിന് വിശാലമാക്കുന്നത്? और उस स्त्री जीने के लिए जो जगह है वो तंबू में है, तो फिर तंबू को बड़ा करने की जरूरत क्यों है? ആ സ്ത്രീയോട് ദൈവം പറയുന്നു, നിന്റെ ദർശനത്തിന്റെ അതിന് വിശാലമാക്കണം. और उस स्त्री से परमेश्वर कहता है कि तेरे दर्शन के सीमाओं को बढ़ाने की जरूरी है। നീ പ്രസവിച്ചിട്ടില്ലെങ്കിലും നിന്റെ സന്തതി ഇടത്തോട്ടും വലത്തോട്ടും പരക്കുമെന്ന് നീ വിശ്വസിക്കണം. और तूने प्रसव नहीं किया है तो भी, तू बांझ है तो भी तेरे संतान चारों ओर फैल जाएगा करके विश्वास करना, यकीन करना जरूरी है। നമ്മുടെ ലിമിറ്റേഷൻസിനകത്ത് ഒതുങ്ങിയിരുന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ രാജ്യങ്ങളെ കണ്ടുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കണം. हमारे सीमाओं के अंदर रहित प्रार्थनाओं को बंद कर कर परमेश्वर के नजरों से उस दर्शन को और उस फैले हुए बातों को प्रार्थना के द्वारा देखना हमें शुरू करना है। എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയായി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലർ നിങ്ങളുടെ കൂടാരത്തിലേക്ക് വരാൻ തുടങ്ങുകയാണ്. अर्थात आपके प्रार्थना के उत्तर के रूप में आप उम्मीद नहीं किए, आपने प्रतीक्षा नहीं किया, इस प्रकार के लोग आपके तंबू के अंदर और निकट आने वाले हैं। പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം ഗുജറാത്തിനെ സന്ദർശിക്കുന്നത് ആത്മാവിൽ ദർശനം കാണണം. प्रार्थना के उत्तर में परमेश्वर गुजरात को छू रहा है, वो एक बेदारी भेज रहा है करके आप प्रार्थना के अंदर उस दर्शन के द्वारा आपको देखना है। കൂടാരത്തിന്റെ കുറ്റികൾ പറിച്ചു നാട്ടുമ്പോൾ അവൾക്കറിയില്ല എവിടുന്നാണ് ഇതിനകത്തു നാള് വരുന്നത്. പക്ഷേ അവളുടെ ദർശനം വിശാലമായപ്പോൾ അവളുടെ സന്തതി, അവൾ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൾക്ക് സന്തതിയെ നൽകി അവർ ഇടത്തോട്ടും വലത്തോട്ടും പരക്കാൻ തുടങ്ങി. और जब उस तंबू के रस्सियों को खोलने लगा, तंबू के सीमाओं को बड़ा करने लगा, तब उसके अंदर रहने वाले उस बांझ स्त्री जब उसके पास बच्चे, उन्होंने बच्चों को उत्पन्न नहीं किया, तब भी उसको मालूम पड़ा कि लोग बच्चे इस प्रकार फैल कर सुसमाचार की सेवकाई में अपनी जिम्मेदारी को निभा रहा है। 30 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നീ വരെ നിന്ന ഒരു മോശം മതിയെങ്കിൽ ഗുജറാത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് ജനത്തെ വിടുവിക്കാൻ പ്രാർത്ഥനാമുറിയുടെ അതിരുകളെ വിശാലമാക്കുവാൻ മനസ്സുണ്ടോ? और 30 लाख से अधिक गिनती में आने वाले उस प्रजा के लिए खड़ा रहने के लिए परमेश्वर ने अगर केवल मूसा को खड़ा किया है, तो गुजरात के उस प्रजा के लिए उनके बिछवाई रहने के रूप में खड़ा रहने के लिए और एक बेदारी को भेजने के लिए परमेश्वर से विनती करने के लिए क्या आप एक निर्णय लेंगे? ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ പങ്കാളിത്തത്തിന് വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കാൻ തയ്യാറാണോ? क्या आज रात के समय सुसमाचार की उस भागीदारी के लिए अपने प्रार्थना के कमरे में घुटने टेकने के लिए आप तैयार हो? പ്രാർത്ഥിക്കാൻ തയ്യാറാകാമെങ്കിൽ നിങ്ങളുടെ അയൽവാസികളുടെ അകത്ത് ദൈവം ചേഞ്ച് വരുത്തും. प्रार्थना करने के लिए आप तैयार हो जाएंगे तो आपके आजू बाजू रहने वाले पड़ोसियों के मन में परमेश्वर एक बदलावट लाएंगे। പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തും. आप प्रार्थना करने के लिए तैयार हो जाएंगे तो आपके दुश्मन आपके प्रार्थना के सामने घुटने टेकेंगे। ഈ വചന നിമിത്തം നിങ്ങളെ എതിർത്തവർ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥന മതി കേട്ടോ. इस वचन के निमित्त आपके विरोध किए हुए लोग आपके साथ आने के लिए केवल प्रार्थना जरूरी है। സുവിശേഷം പങ്കുവയ്ക്കാൻ ആദ്യം പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ കാണണം. और सुसमाचार की जिम्मेदारी को निभाने के लिए सबसे पहले आपको प्रार्थना के कमरे में होना जरूरी है। സോദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുന്നതിന് മുന്നമേ പ്രാർത്ഥനാ മുറിയിലുള്ള അബ്രഹാമിന്റെ അടുക്കലാണ് ദൈവം അറിയിച്ചത്.
सोदोम और गोमोरा के उस शहरों को नाश करने से पहले परमेश्वर ने सबसे पहले अपने प्रार्थना के कमरे में रहने वाले अब्राहम के पास खबर को भेजा। ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി ഇടിപ്പ് നിൽക്കേണ്ടതിന് ഒരാളെ അന്വേഷിച്ചു. ആ ആൾ നിങ്ങളാണെന്ന് പറയാൻ ദൈവത്തിന് മനസ്സുണ്ട്. मैं देश को नाश नहीं करने के लिए उसके चारों ओर दीवार खड़ा कर कर मैं उसके बीच में एक व्यक्ति को ढूंढा, वो व्यक्ति आप है करके मैं समझता हूँ। ഈ വചനത്തിന്റെയൊക്കെ ഒരുപാട് സാക്ഷ്യം പറയാൻ എനിക്കുണ്ട്, പക്ഷേ സമയം അനുവദിക്കുന്നില്ല. इस वचनों के अधिक गवाहियों को बताने के लिए मेरे पास बातें हैं, मगर समय नहीं है, इसलिए मैं बंद करती हूँ। ഇന്നത്തെ എന്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ഇന്നലെക്കാളധികം പ്രാർത്ഥനാ മുറിയിലേക്ക് അല്പസമയവും കൂടെ കൂടുതൽ ചലിപ്പിക്കാൻ ദൈവത്തിന്റെ അദൃശ്യകരങ്ങളെ പിടിച്ച് കരയുന്ന ഒരാളായി മാറുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? आज रात को मेरे संदेश जब मैं बंद कर रहा हूं तो एक सवाल मैं पूछकर बंद करना चाहूंगी कि बीते हुए कल से बढ़कर अपने प्रार्थना के कमरों में परमेश्वर के हाथ पकड़कर एक करीबी रिश्ते में आकर उसको हिलाने वाली एक प्रार्थना करने के लिए क्या आप तैयार होते हैं? പ്രാർത്ഥനയോടെ ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങളുടെ തലമുറകളെ ദൂരത്തയച്ച് ദൈവത്തിന്റെ പദ്ധതി ദൈവം പൂർത്തീകരിക്കും. के साथ परमेश्वर के उद्देश्यों के लिए बाट जोने वाले परमेश्वर के सेवकों और परमेश्वर के बहनों, आपके उस संतानों को, आपके पीढ़ियों को परमेश्वर दूर दूर देशों में भेजकर उसके उस सुसमाचार की जिम्मेदारियों को निभाएगा. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങളുടെ തലമുറകൾ പോകുമെന്ന് വിശ്വസിക്കണം. आप जो देशों के लिए प्रार्थना करते हो उस देशों में, राज्यों में आपके पीढ़ियां जाएंगे करके आप यकीन कीजिए, विश्वास कीजिए. ഇന്ന് രാത്രി ഞാൻ ഈ വചനവുമായി നിങ്ങളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ आज रात को जब मैं इस वचन के साथ आपके बीच में जुड़ी हूं, ഇതിനു വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ വില മുടക്കിയ ഒരു അമ്മ എനിക്കുണ്ടായിരുന്നു. मैं इसके लिए प्रार्थना के कमरे में दाम चुकाया हुआ एक माताजी मेरे लिए थी. കർത്താവേ, എന്റെ പെൺമക്കൾ കർത്താവിന്റെ വേലക്കാരാകണമെന്നുള്ള പ്രാർത്ഥന അവസാന നിമിഷം വരെ താൻ പ്രാർത്ഥിച്ചു. अपने आखिरी सांस तक मेरे माताजी ने अपने पुत्रियों को परमेश्वर की सेवकाई की उस जिम्मेदारी को निभाने की उस विषय के संबंध में प्रार्थना करती रही. ഒരു സ്ത്രീയും വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് എന്റെ അമ്മ കണ്ടിട്ടില്ല. एक स्त्री वेदी में खड़ा रहकर प्रार्थना करते हुए मेरे माँ ने कभी देखी नहीं है. എന്നാൽ എന്റെ മാതാവ് നിത്യതയിൽ പ്രവേശിച്ചിട്ട് 35 വർഷം കഴിഞ്ഞു. मगर मेरा माता जी देखिए इस संसार से गुजरकर अनंत काल की उस राज में प्रवेश करके 35 साल हो गया है. എന്റെ അമ്മയുടെ പ്രാർത്ഥന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं यकीन करती हूँ कि मेरे माता जी की प्रार्थना मेरे लिए एक फिक्स डिपॉजिट के रूप में काम किया. അതിന്റെ പലിശയടക്കം ലഭിച്ചപ്പോൾ ഇന്ന് ഈ പുസ്തകം ചുമക്കുവാൻ, അത് വിളിച്ചു പറയാൻ സർവശക്തനായ ദൈവം എനിക്കും അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. और आज शाम के समय उसके उस ब्याज के साथ उस प्रार्थना के उत्तर को मैंने पाई हूँ, उस बातों को मैं देखता हूँ, अनुभव करती हूँ, तब विश्वास के साथ उस बातों को आज रात को गवाही के रूप में कहने के लिए परमेश्वर ने मुझे सामर्थ्य दिया. നിങ്ങളുടെ തലമുറകളെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? आपके पीढ़ियों को परमेश्वर के लिए आप सौंपने के लिए तैयार आप होंगे क्या? നിങ്ങൾ നോക്കിയാൽ അവർ ദൈവത്തിന്റെ വഴിയിൽ എത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ച തലമുറയുടെ വഴി മാറ്റിവിട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ നിങ്ങളുടെ തലമുറ കാണുവാനിടയാ. हो सकता है वे इस संसार के मार्गों में भटकते होंगे, मगर आप आपके प्रार्थना के कमरे में उनके लिए लगातार प्रार्थना करेंगे तो उनके रास्तों को बंद कर परमेश्वर अपने मार्ग की ओर उन्हें ले चलकर अनेक अद्भुत भविष्यों में उनको मान करेगा, उनका सम्मान करेगा, आदर करेगा. പ്രായമൊന്നും ദൈവത്തിന് വിഷയമല്ല. സമർപ്പിക്കുന്ന ഒരാളെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്ന് അറിയാവുന്നയാളാണ് എന്റെ ദൈവം. उम्र और आयु परमेश्वर के लिए कोई अहमियत नहीं रखता है. समर्पण करने वाला हर एक व्यक्ति से क्या करना है करके बराबर जानने वाला परमेश्वर मेरा परमेश्वर है. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. आज रात को हम सब मिलकर एक क्षण प्रार्थना करेंगे. കർത്താവേ, നിന്റെ സുവിശേഷീകരണം എന്ന ദൗത്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. हे परमेश्वर, तेरे उस